Exercise question number 53 from Retirement of a Partner. Meghna, Mehak and Mandeep were partners in a firm whose balance sheet as on 31st March 2023 was as under. അവരുടെ ഓൾഡ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. മെഹക്ക് ഇസ് റിട്ടയറിങ്. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പം ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് 1:1:1 ആൻഡ് മെഹക്ക് ഇസ് റിട്ടയറിങ്. പ്രിപ്പയർ റിവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ന്യൂ ഫേം. ഒരു റിവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് പ്രിപ്പയർ റിവാലുവേഷൻ അക്കൗണ്ട്. സോ ഫസ്റ്റ് വൺ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റിൽ ഫസ്റ്റ് വൺ ഇസ് to reduce stock and furniture by 5 and 10% respectively. The stock value of stock and value of furniture. രണ്ടിന്റെ വാല്യൂ 5%ഉം 10% ആയിട്ട് റെഡ്യൂസ് ആവാണ്. സ്റ്റോക്കിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ 28,000 ആണ്. 28,000 5% 28,000ന്റെ 5% റെഡ്യൂസ് ആവാണ്. സോ 5% എത്രയാണെന്ന് കണ്ടുപിടിക്കണം ആദ്യം. ഇറ്റ് ഈസ് 1,400. 28,000ന്റെ 1,400 റെഡ്യൂസ് ആവാണ്. സോ സ്റ്റോക്ക് അസറ്റ് ആണ്. അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ആകുമ്പോൾ അത് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക ടു സ്റ്റോക്ക് അക്കൗണ്ട്. ജേർണൽ എൻട്രി വരെ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. വാല്യൂ ഇസ് 1,400. നെക്സ്റ്റ് വൺ ഫർണിച്ചർ. ഫർണിച്ചറിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ 5,000 ആണ്. ഫർണിച്ചറിന്റെ വാല്യൂ ഓൾസോ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് 10% ബൈ 10%. അപ്പോൾ 5,000ന്റെ 10% റെഡ്യൂസ് ആവാണ്, വിച്ച് ഇസ് 500. അപ്പോൾ ഫർണിച്ചറിന്റെ വാല്യൂ 500 റെഡ്യൂസ് ആവാണ്. അപ്പം ഫർണിച്ചർ ഇസ് ഓൾസോ എൻ അസെറ്റ്. അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുക ടു ഫർണിച്ചർ അക്കൗണ്ട്. വാല്യൂ ഇസ് 500. And the second one, to provide for doubtful debt at 10% on debtors. For provision for doubtful debt create ചെയ്യണം. ഡെപ്റ്ററിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ 20,000 ആണ്. അതിന്റെ 10% ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അതിന്റെ 10% എന്ന് പറയുമ്പോൾ 2,000 പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരാം. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട് വാല്യൂ ഇസ് 2,000. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നത്. നൗ തേർഡ് വൺ, ഗുഡ് വിൽ വാസ് വാല്യൂഡ് അറ്റ് 12,000. അത് റിവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. ഫോർത്ത് വൺ, ക്രെഡിറ്റേഴ്സ് ഓഫ് 8,000 were settled at 7,100. സോ ക്രെഡിറ്റർ ഓഫ് 8,000. ക്രെഡിറ്ററിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ 28,000 ആണ്. അതിൽ 8,000 വാല്യൂ വരുന്ന ക്രെഡിറ്റേഴ്സിന് 7,100 പേ ചെയ്ത് സെറ്റിൽ ചെയ്ത്. അപ്പം അതിന്റെ ജേർണൽ എൻട്രി വരല് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് കൊടുത്താൽ പേ ചെയ്യുന്നത്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പം ക്രെഡിറ്റിന്റെ വാല്യൂ 8,000ഉം ക്യാഷ് ആയിട്ട് കൊടുത്തത് 7,100 ആണ്. റിമൈനിങ് വരുന്ന 900 റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ആവും. അപ്പം ഓൺ ദ ക്രെഡിറ്റ് സൈഡ്, അതായത് ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യല്. ബൈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വാല്യൂ ഇസ് 900. വേറെ ഒന്നും റിവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനില്ല. നമുക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനെക്കാട്ടും കൂടുതൽ വരുന്നത്. അതായത് 3,000 ഡിഫറൻസ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൽ റിവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ലോസ് ആണ്. ആ ബാലൻസിങ് ഫിഗർ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, മേഘ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മെഹക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് മന്ദീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ 3,000 ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിച്ച് ഇസ് 1:1:1 റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് 1,000 ഈച്ച്. റിവാലുവേഷൻ അക്കൗണ്ട് ഇസ് ഡൺ. റിവാലുവേഷൻ ലോസ് ആണ്. അപ്പോൾ ഇത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ റിവാലുവേഷൻ ലോസ് വരുന്നത് 3 പേർക്കും, മെഹക്കിനും മന്ദീപിനും 1,000 ഈച്ച് ആയിട്ടാണ്. നൗ ലെറ്റ്സ് പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, ബൈ ബാലൻസ് ബോട്ട് ഡൗൺ.
ഇതാണ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽസ് ആയിട്ട് തന്നിട്ടുണ്ട്. മേഘ്ന, മെഹക് ആൻഡ് മന്ദീപ് 20,000, 14,500 ആൻഡ് 10,000. ഇതാണ് ഓപ്പണിംഗ് ബാലൻസ്. പിന്നെ റിവാലുവേഷൻ ലോസ്, അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. റിവാലുവേഷൻ ലോസ് റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലായിരുന്നു, അപ്പം പാർട്ട്നേഴ്സിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരാം. ടു റിവാലുവേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് 1,000, 1,000 and 1,000. ജേർണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിവാലുവേഷൻ അക്കൗണ്ട് ആയിട്ട് വരാം, റിവാലുവേഷൻ ലോസ് ആയതുകൊണ്ട്. നൗ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് ഉണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പാർട്ട്നേഴ്സിന് ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. സോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അപ്പം അത് ക്രെഡിറ്റ് സൈഡിലാണ് വരാം. ബൈ ജനറൽ റിസർവ് അക്കൗണ്ട്. വാല്യൂ 7,500 ആണ്. ഇത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും 2,500. സോ 2,500 ഈച്ച്. ഓക്കെ, വേറെ ഒന്നും ബാലൻസ് ഷീറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനില്ല. പിന്നെ ഗുഡ്വിൽ വാസ് വാല്യൂഡ് അറ്റ് 12,000. ഗുഡ്വിൽ ഓഫ് ദ ഫേം ഇസ് ഗിവൺ. ഗുഡ്വിൽ തന്നിട്ടുണ്ട്. ഗുഡ്വിൽ ഈസ് 12,000. ഈ ഗുഡ്വില്ല് റിട്ടയറിംഗ് പാർട്ട്ണർ, അതായത് മെഹക്കിന്റെ ഷെയർ കണ്ടുപിടിക്കണം. 12,000 ഇൻറ്റു മെഹക് ഷെയർ. മെഹക്കിന്റെ ഷെയർ 1/3 ആയിരുന്നില്ല. സോ 12,000 മൾട്ടിപ്ലൈഡ് ബൈ 1/3, 4,000. മെഹക്കിന്റെ ഷെയർ 4,000 ആണ്. ഈ 4,000 റിമൈനിങ് പാർട്ട്നേഴ്സായ മേഘ്നയും മന്ദീപും ഗെയിനിങ് റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ ക്വസ്റ്റ്യനിൽ ഗെയിനിങ് റേഷ്യോനെ പറ്റി ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഓൾഡ് റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ ആയിട്ട് അസ്യൂം ചെയ്യുക. സോ ഈ 4,000 ഈ 1/1:1 എന്ന റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ 2,000. മേഘ്ന 2,000, മന്ദീപ് 2,000 കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഇതിന്റെ ജേർണൽ എൻട്രി വരല് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഗെയിൻ ചെയ്യുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്ണർ മന്ദീപും മേഘ്നയാണ്. സോ മേഘ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് മന്ദീപും മേഘ്നയാണ് ഗെയിൻ ചെയ്യുന്ന പാർട്ട്നേഴ്സ്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ മെഹക് ടു മെഹക്സ് അക്കൗണ്ട്, മെഹക്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മെഹക്കിന് 4,000 ഇവര് ഷെയർ ചെയ്യും, 2,000 ഈച്ച്. അപ്പം മെഹക്കിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മേഘ്നയും മന്ദീപിനും റെക്കോർഡ് ചെയ്യണം ബൈ മേഘ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബൈ മന്ദീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. amount is 2,000. മെഹക്കിന് 2,000 വെച്ചിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ മേഘനന്റെ മന്ദീപിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ടു മെഹക്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മേഘന 2,000 ആൻഡ് മന്ദീപ് 2,000. അങ്ങനെയാണ് ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ വരാം. Fifth one, Mehak should be paid off and the entire sum payable to Mehak shall be brought in by Meghna and Mandeep in such a way that, okay, Mehak retire ചെയ്യുമ്പോൾ മെഹക്കിന്റെ പ്രോഫിറ്റിന്റെ ഷെയറും ക്യാപിറ്റലിന്റെ ഷെയറും ബാക്കി റിമൈനിങ് പാർട്ട്നേഴ്സായി മേഘന ആൻഡ് മന്ദീപ് പേ ഓഫ് ചെയ്യാണ്. സോ അതിന്റെ കാൽക്കുലേഷൻ ആണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് വൺ ഈസ് ഈ റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ആദ്യം മേഘനന്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ മേഘനന്റെ ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്തിട്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന എമൗണ്ട് റെഡ്യൂസ് ചെയ്യണം, മൈനസ് ചെയ്യണം. 20,000 പ്ലസ് 2,500 മേഘന, 20,000 പ്ലസ് 2,500 22,500 മൈനസ് 1,000 and 2,000 ഇത് 3,000. വരുന്ന എമൗണ്ട് 19,500 ആണ്. അതുപോലെ തന്നെ മന്ദീപിൻ്റെത്
10,000 and 2,500 ആണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അതായത് 12,500 മൈനസ് 1,000 and 2,000 which is 3,000 റെഡ്യൂസ് ചെയ്യുമ്പോൾ 9,500 ആണ്. ഇതാണ് റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ. ഇത് ടോട്ടൽ ചെയ്യണം. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുമ്പോൾ ഇതാണ് ടോട്ടൽ ഓഫ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്. സ്റ്റെപ്പ് 2 amount payable to മെഹക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. amount payable to മെഹക്. ഓക്കെ, amount payable to മെഹക് കണ്ടുപിടിക്കണം. അതിന് നേരത്തെ ചെയ്ത മാതിരി തന്നെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തിട്ട് ഡെബിറ്റ് സൈഡ് റെഡ്യൂസ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡ് 21,000 ആൻഡ് ഡെബിറ്റ് സൈഡിൽ 1,000 ഉള്ളൂ. അപ്പം ഈക്വൽ ആക്കാൻ വേണ്ടി ഡിഫറൻസ് വന്നത് 20,000 ആണ്. അപ്പോൾ 20,000 ആണ് amount payable to മെഹക്. അതിന്റെ ജേർണൽ എൻട്രി വരുന്നത് മെഹക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, മെഹക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതാണ് ജേർണൽ എൻട്രി വരുന്നത്. എമൗണ്ട് വരുന്നത് 20,000 ആണ്. ഈ എമൗണ്ട് ആണ് വരിക 20,000. സോ മെഹക്കിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവിടെ ടു ക്യാഷ് റെക്കോർഡ് ചെയ്യണം. ടു ക്യാഷ് അക്കൗണ്ട് 20,000. സോ ദ amount payable to മെഹക് is 20,000. അത് ആഡ് ചെയ്യണം. The total comes 49,000. Okay, step 3 is find add minimum. Step 3 is minimum cash or bank balance required. അത് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ, a balance of 25,000 is maintained in a cash account. അപ്പം 25,000 ക്യാഷ് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ആ എമൗണ്ട് ആഡ് ചെയ്യണം. $74,000. And step 4 available cash balance or existing cash balance. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ക്യാഷ് ബാലൻസ് സബ്ട്രാക്ട് ചെയ്യണം. സോ അവൈലബിൾ ക്യാഷ് ബാലൻസ് എന്താണെന്ന് വെച്ചാൽ ഓൾഡ് ബാലൻസ് ഷീറ്റിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ക്യാഷ് അക്കൗണ്ട് വാല്യൂ കൊടുത്തിരിക്കുന്നത്, ക്യാഷിന്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 27,000 ആണ്. അതാണ് എക്സിസ്റ്റിംഗ് ക്യാഷ് ബാലൻസ്. ഈ ക്വസ്റ്റ്യനിൽ കൺഫ്യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അഡ്ജസ്റ്റ്മെന്റിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ കൊടുത്തത് ക്രെഡിറ്റേഴ്സ് ഓഫ് 8,000 were settled at 7,100. ക്യാഷ് കൊടുത്ത് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് 7,100 എമൗണ്ട് ഈ എമൗണ്ടിൽ നിന്നും ക്യാഷിന്റെ വാല്യൂയിൽ നിന്നും റെഡ്യൂസ് ചെയ്യും. അപ്പം 19,900. ക്വസ്റ്റ്യനിൽ കൺഫ്യൂസിങ് പാർട്ടാണ്. ഇങ്ങനെ എന്തെങ്കിലും പേയ്മെന്റ് വരുമ്പോൾ അത് എന്തായാലും ക്യാഷ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും. അപ്പം ആ അക്കൗണ്ടിൽ അങ്ങനെ പേയ്മെന്റ് വരുന്ന എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ വരുന്ന ക്യാഷ് അക്കൗണ്ടിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. സോ 19,900 ആണ് അവൈലബിൾ ക്യാഷ് ബാലൻസ്. ആ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യണം. The total is 54,100. ഇതാണ് ന്യൂ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. 4,100. ഈ 54,100 റിമൈനിങ് പാർട്ട്നേഴ്സിന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പക്ഷേ ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ പറ്റി ഒന്നും തന്നെ കൊടുക്കാത്തതുകൊണ്ട് ഓൾഡ് റേഷ്യോ ഈക്വൽ ആയിട്ട് അസ്യൂം ചെയ്യാം. 54,100 രണ്ടാളും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 27,050. ഇതാണ് ന്യൂ ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്നേഴ്സ്. ഈ ന്യൂ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. അതായത് ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പോകുന്ന ക്യാപിറ്റൽ. ഇതാണ് ആ ക്യാപിറ്റൽ 27,050 ആൻഡ് 27,050. ന്യൂ ക്യാപിറ്റൽ. ഇതാണ് ന്യൂ ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്നേഴ്സ്. ഈ ന്യൂ ക്യാപിറ്റൽ
ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കണം. ഇനി കണ്ടുപിടിക്കാനുള്ളത്, ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ സർപ്ലസ് ആണോ വരിക, ക്യാപിറ്റൽ ഡെഫിസിറ്റ് ആണോ വരിക എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ ന്യൂ ക്യാപിറ്റലിൻ്റെയും അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൻ്റെയും ഡിഫറൻസ് നോക്കിയാൽ മതി. ന്യൂ capital is 2750 and 27,050. Adjusted capitals were 19,500 and 9,500. ഇതിൻ്റെ ഡിഫറൻസ് 17,550 7,550. ഓക്കെ, ഇത് നെഗറ്റീവ് ബാലൻസ് അല്ല. അതിൻ്റെ അർത്ഥം അവർ ക്യാപിറ്റൽ കൊണ്ടുവരണം. ക്യാപിറ്റൽ ഡെഫിസിറ്റാണ് കാണുന്നത്. അപ്പം ഇത്ര ക്യാപിറ്റൽ വേണം. ന്യൂ ക്യാപിറ്റൽ ഇതായിരിക്കണം, പക്ഷെ അവരുടെ ഇതേ ഉള്ളൂ. അപ്പം അവർ ക്യാഷ് കൊണ്ടുവരണം. അപ്പം അതിൻ്റെ ജേർണൽ എൻട്രി വരല് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു മേഘ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു മന്ദീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മേഘനന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും മന്ദീപിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ക്യാഷ് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. ബൈ ക്യാഷ് അക്കൗണ്ട്, Meghna has to bring 7,550 and Mandeep has to bring 17,550. Now balance നോക്കുമ്പോൾ both the sides equal ആയിരിക്കും. Let's see. This side is 30,050. Not this side. Okay. 27,050 and 30,000 is also 30,050. That equal Meghna. This side is also 30,050 and 30,050. So the sides, both the sides are equal. That's all. We have prepared revaluation account and partners capital account.